ബേക്കിംഗ് പൗഡറാണ് ഇടാൻ പോകുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് കഴിഞ്ഞ് നമ്മൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടണം. 1/2 ടീസ്പൂൺ അല്ല 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ. ഇനി അടുത്ത് 2 ടേബിൾ സ്പൂൺ. ഓക്കെ. ഇനി അടുത്തത് നമ്മളിത് മിക്സ് ചെയ്യണം വിസ്ക് വെച്ചിട്ട്. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളിത് മാറ്റി വെച്ചിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാൻ പോകുകയാണ്. നമുക്ക് പാലില്ലായിരുന്നുകൊണ്ട് പാൽപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പാൽപ്പൊടിയും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പാൽപ്പൊടി വെച്ചുണ്ടാക്കിയ പാല്. ഇനി ഇത് തണുക്കണം. പാല് തണുക്കാറായി. അപ്പോൾ നമുക്ക് പാലിൻ്റെത്തേക്ക് ഒഴിക്കാം. പാല് കുറച്ചും കൂടി തണുക്കാനുണ്ടായിരുന്നു. ആ സമയത്തേക്കാണ് നമുക്ക് പഞ്ചസാര ഇടാം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ബ്രൗൺ ഷുഗർ ആണ് ഇടുന്നത്. അഥവാ നിങ്ങൾക്ക് പഞ്ചസാര ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജാഗരി 6 ടേബിൾ സ്പൂൺസ് ഇടാവുന്നതാണ്. ഇത് 2, 3, 4, 5. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ പാല് തണുക്കാൻ നോക്കാം. പാൽ ഒഴിക്കാം. നമ്മൾ പാൽപ്പൊടി വെച്ച് ചെയ്തുകൊണ്ടാവുന്നത് ഇവിടെ പാടൊന്നുമില്ല. ഇങ്ങനെ ഒഴിക്കാനാണ്. ഇത് 1/2 കപ്പ് പാലാണ്. ഇനി നമ്മളിത് നന്നായിട്ട് വിസ്ക് വെച്ച് മിക്സ് ചെയ്യാം. പഞ്ചസാര ജാഗരി ആണെങ്കിൽ അതിൻ്റെ പൗഡർ എടുക്കുന്നതാണ് നല്ലത്. ജാഗരി എടുക്കുവാണെങ്കിൽ തന്നെ ഏതാണെങ്കിലും നന്നായിട്ട് മിക്സ് ആയിട്ട് ഫുള്ള് എന്താ ഒരു കളറിലൊക്കെ ചായയുടെ കളറുണ്ട്. അപ്പോൾ നമ്മൾ ബ്രൗൺ ഷുഗർ എടുത്തുകൊണ്ട് തന്നെ അത് ഷുഗർ ആയതുകൊണ്ട് കൂടുതൽ കളർ കാണുമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡാർക്കർ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ജാഗരിയാണ് കറക്റ്റ് ചായയുടെ കുറച്ചും കൂടെ ഒരു കടുപ്പം കൂടി ചായയുടെ കളറായിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്ന മിക്സ്ചറില്ലേ, ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിൻ്റെത്തേക്ക് ഇടാം. നമ്മൾ 3 സ്കൂപ്പ് വീതമാണ് ഇടാൻ പോകുന്നത്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്,
തേർഡ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഒന്നും കൂടി ഇടാൻ പോവുകയാണ്. 1, 2, 3. ആയില്ല. അടുത്ത ചോക്ലേറ്റ് പാത്രമായിട്ട് മുമ്പോട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ താഴെ ഉള്ളൂ. ഇത് ഫുള്ള് നമ്മൾ എൻറ്റ് ചെയ്യണം. ഫുള്ള് നമ്മൾ എൻറ്റ് ചെയ്യണം. നേരത്തെ അപ്പോൾ തട്ടിയിടും സ്പൂണിൽ. ഇങ്ങോട്ട് തട്ടിയിടും. എക്കോടെ ഇങ്ങനെ കാണാം. ബാക്കിലൊക്കെ മനസ്സിലാവും. ലാസ്റ്റ് അത് ഫുള്ള് തട്ടിയിടാം. ഫുള്ള് ഞാൻ ആ സ്പൂൺ പിടിച്ചാണ് തട്ടിയിടാം. ഇനി ഞാൻ അച്ചൂട്ടനെ കൊണ്ട് വിസ്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഓയിൽ ഇടാൻ പോകുകയാണ്. 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. നിങ്ങൾക്ക് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽറ്റഡ് ഗീയും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 1, 2 ഇനി വിസ്ക് ചെയ്യും. അങ്ങോട്ടാണ് ഇനി നമ്മൾ ഒരു 5 to 6 ഡ്രോപ്സ് ലെമൺ ജ്യൂസ് ഇടാൻ പോവുകയാണ്. നമ്മൾ ഈ കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പേ. ഓക്കെ, വിസ്ക് ചെയ്യണം. ഒരു 8 സെക്കൻഡ്സിന് വേണ്ടിയിട്ട് വിസ്ക് ചെയ്യണം. ഓക്കെ, ഓക്കെ വിസ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് ചെയ്തേക്കാം. ഓക്കെ,
ഇനി നമ്മളിത് കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്കിന് ഇച്ചിരി ഗ്യാപ്പ് വിട്ടേക്കണം. അപ്പോൾ ഇത് ഓവർഫ്ലോ ആവില്ല. ഇതിനകത്ത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ എന്തെങ്കിലുമൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് അതിൻ്റെ പൊങ്ങുന്നതിനെ ബാധിക്കും. കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് പൊങ്ങും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അനുഭവിച്ചു. കുറഞ്ഞു പോയെങ്കിൽ ഒട്ടും പൊങ്ങൂല, കുറച്ചേ പൊങ്ങുള്ളൂ. സോ അളവിനൊക്കെ ബാധിക്കും, എല്ലാം പറ്റും. ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പൊങ്ങിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കേക്ക് ഇച്ചിരി കൂടുതലുണ്ടാവുള്ളൂ എന്നുള്ളൂ. ചെറുതായിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. OTG കുക്കിങ്ങിൽ നിങ്ങൾക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 180 ഡിഗ്രീസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി നമ്മൾ മൈക്രോവേവ് ഓവനിൽ 2 minutes ബേക്ക് ചെയ്യും. ഓക്കെ, നമ്മളിനി ഇത് നമ്മുടെ മൈക്രോവേവ് ഓവനിലാണ്, അതിൽ നമ്മൾ വെക്കാൻ പോവുകയാണ്. മൈക്രോവേവ് ഓവനിൽ പ്രീ ഹീറ്റ് ഒന്നും ചെയ്യേണ്ട, ചെയ്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് അതനുസരിച്ച് ജസ്റ്റ് ഇത് ചെയ്ത് കഴിയുമ്പോൾ മൈക്രോവേവ് അവനാണ് മാത്രം പ്രീ ഹീറ്റ് ചെയ്യേണ്ട. ചുട്ടനാണ് ഇത് കയറ്റി വെക്കാൻ പോകുന്നത്. വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് 2 minutes വെക്കുന്നതാണ്. 2 minutes സ്റ്റാർട്ട്. ഇനി നമുക്ക് 2 minutes കഴിഞ്ഞിട്ട് നോക്കാം. 2 minutes later. നമ്മൾ കണ്ടെയ്നർ ഇച്ചിരി വലുതായിപ്പോയി, അതുകൊണ്ട് പൊങ്ങിപ്പോയിട്ടുണ്ട്. സാരില്ല, കേക്ക് കൂളാവുന്നേ ഉള്ളൂ. നമ്മളത് എടുത്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഇച്ചിരി ഓവർഫ്ലോ ആയിട്ടുണ്ട്. ഇത്രയാണ് ആയത്. ഇച്ചിരി കുഴപ്പമില്ല, സാരില്ല കേക്ക്. പക്ഷേ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, കേക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. മറ്റേ ചോക്കലാവ കേക്കൊക്കെ ഇല്ലേ, അതുപോലെ ഉണ്ട്. അതും ക്രസ്റ്റ്, ഈ ക്രസ്റ്റിൻ്റെ ഭാഗം, അതായത് ഈ ഉണങ്ങിയിരിക്കുന്ന ഈ ക്രസ്റ്റിൻ്റെ ഭാഗം, ഞാൻ മറ്റേ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ ക്രസ്റ്റ് ഇല്ല, അതും അകത്ത് നല്ല ഗുയി ആയിട്ടുള്ള ചോക്കലാവ കേക്കിൻ്റെ ഇതുമാണുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ വരുമായിരിക്കും, ഒരു കുഴപ്പമില്ല. നമ്മളിത് സെക്കൻഡ് ട്രൈ ആണ്. ആദ്യത്തെ പ്രാവശ്യം ഇത്രയും കുഴപ്പമായില്ലായിരുന്നു, സാരില്ല, കുഴപ്പമില്ലായിരുന്നു, കൊള്ളാം. ഓക്കെ, സോ ടാറ്റാ.